ഇനി അടുത്ത ഒരു 50 വർഷം നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെടാതിരിക്കുകയോ, തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലെന്ന് വെച്ചോ, അപ്പോഴും ഭരണം നടക്കും. അപ്പൊ ഭരണം നടക്കുമെങ്കിൽ പിന്നെന്തിനാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്? ഇതാണ് ചോദ്യം. ഭരണം നടക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ അല്പം ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങള് തെരഞ്ഞെടുത്തവരെ തിരിച്ചു വിളിക്കാൻ അവകാശമാണെന്നൊക്കെ പറഞ്ഞൊക്കെ ആൾക്കാർ ഇപ്പൊ സംസാരിക്കും. എന്ന് പറഞ്ഞാൽ 5 കൊല്ലം ആകുന്നതിന് മുമ്പ് തിരിച്ചു വിളിക്കുന്നതിനെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വിളിക്കപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കാണുന്നില്ല. പക്ഷെ ഒരൊറ്റ ഉദ്യോഗസ്ഥൻ പോലും തിരിച്ചു വിളിക്കപ്പെടുന്നില്ല, അതിനകത്ത് ഇടപെടാനൊക്കത്തില്ല. അവർക്ക് ജനങ്ങളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല. അവരോട് തലയ്ക്ക് മേളിൽ അത് മാറി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭരണകൂടം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഭരണകൂടം എന്ന് പറയുന്നത് ദൈവം നൽകിയതുപോലെ തന്നെ എപ്പോഴും നിൽക്കുന്നു. അത് ഏറ്റവും രസകരമായിട്ട് ഈ ഒരു പ്രശ്നം ആളുകൾ കണ്ടിരുന്നില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചതായിട്ട് പറയുമൊന്നുമല്ല. പക്ഷെ ഇത് മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യം ഇംഗ്ലണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു സീരിയൽ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് സീരിയലാണ്. അതിന്റെ പേര് യെസ് പ്രൈം മിനിസ്റ്റർ എന്നാണ്. കാരണം പ്രൈം മിനിസ്റ്റർ പറയുമ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം ഓച്ചാനിച്ച് യെസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയും. പക്ഷെ പ്രൈം മിനിസ്റ്റർ പറയുന്ന കാര്യം താഴോട്ട് തന്നെയാണ് പോട്ടത്. കാരണം മേല് കീഴുള്ള സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ജനങ്ങളിൽ ഒരിക്കലും എത്തത്തില്ല. എത്തുമ്പോ പോലും ഈ ഇടനിലക്കിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കുറി എന്നാ പറയുന്നത്, കുറി അയച്ച് കറക്റ്റ് ചെയ്ത് ആദ്യം എന്ത് സ്പിരിറ്റിലാണോ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ കംപ്ലീറ്റ് ആന്തരികമായ എല്ലാ സ്പിരിറ്റും ചോർത്തിക്കളഞ്ഞിട്ടുള്ള ഒരു സാധനമായിട്ട് ഇത് അവസാനം എത്തും. ഇനി അങ്ങനെ അല്ലാത്തൊരു നിയമം അവിടെ ഇരിക്കുവാണെങ്കിൽ അത് അട്ടത്തിരിക്കുക എന്ന് പണ്ട് പറയുന്ന പോലെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അത് വർക്ക് ചെയ്യത്തേ ഇല്ല. അപ്പൊ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ അസാധാരണമായ നിയമങ്ങളൊക്കെ ഉണ്ട്. പാർലമെന്റ് പാസ്സാക്കിയതായിട്ടും സ്റ്റേറ്റുകളിലുള്ള നിയമസഭകളിൽ പാസ്സാക്കിയതായിട്ടും എല്ലാം നമ്മൾ കാണും. പക്ഷെ അതൊന്നും തന്നെ ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. ജനങ്ങൾ പഴയ പോലെയാണ് ജീവിക്കുകയാണ്. ആകെ വ്യത്യാസം എന്താ അനുഭവിക്കുന്നത്? ബ്രിട്ടീഷുകാർക്ക് പകരം 1% ഇന്ത്യക്കാര് ഈ സ്ഥലങ്ങളിലായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് പകരം ഇന്ത്യക്കാര് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് നമ്മുടെ അനുഭവം. ഇതാണ് ഈ അനുഭവമെങ്കിലും രാജാവോ ബ്രിട്ടീഷ് രാജാവോ ഒക്കെ ആയിരുന്ന ആൾക്കാരുടെ കാലത്തേനേക്കാളും മെച്ചപ്പെട്ട അവസ്ഥകൾ നമുക്കുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് കാണാം. കൊട്ടാരം കഴിഞ്ഞാൽ പിന്നെ കുടിലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് കുറെ പ്രഭുക്കന്മാർക്ക് നല്ല വീടുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഇന്ന് നമുക്ക് എല്ലാ ജനങ്ങൾക്കും നല്ല വീടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ജനാധിപത്യം കൊണ്ടുണ്ടായ ഒരു സാധനം. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അനുഭവം എന്നുള്ള നിലവാരത്തിൽ ഈ സ്ഥാപനം മാറി നിൽക്കുന്നതായിട്ട് തന്നെയാണുള്ളത്. എന്ന് പറഞ്ഞാൽ കോടതിയിലിരിക്കുന്ന ഏതെങ്കിലും മജിസ്ട്രേറ്റ് അറിഞ്ഞിട്ടില്ല, വില്ലേജ് ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അറിഞ്ഞിട്ടില്ല, പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന സബ് ഇൻസ്പെക്ടർ അറിഞ്ഞിട്ടില്ല, സെക്രട്ടറിയിലിരിക്കുന്ന IAS-കാരോ IFS-കാരോ IPS-കാരോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ. അവർക്ക് ആകെ അനുഭവം ഉള്ളത് എന്താണ്? IFS-കാരനും IAS-കാരനും IPS-കാരനും ഉണ്ടായിരിക്കുന്ന അനുഭവം എന്താണ്? ഇംഗ്ലണ്ടിൽ പോയി പരീക്ഷ എഴുതണ്ട. മറ്റേ ഈ പരീക്ഷകൾ മുഴുവൻ ഇംഗ്ലണ്ടിൽ എഴുതാനുള്ളതായിരുന്നു. അവിടുന്ന് അത് ഇന്ത്യയിൽ എഴുതാമെന്ന് പറയുന്ന സാധനമാണ് ആകെ സംഭവിച്ചിട്ടുള്ളത്. ബാക്കി മുഴുവൻ സിസ്റ്റവും ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയോ രാജാക്കന്മാർക്ക് വേണ്ടിയോ എന്ന് പറഞ്ഞാൽ ലോക്കൽ രാജാക്കന്മാർക്ക് വേണ്ടിയോ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ് നമ്മൾ ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ, കോടതി, സെക്രട്ടേറിയറ്റ്, വില്ലേജ് ഓഫീസ് തൊട്ട് കളക്ടറേറ്റ് വരെയുള്ള ഗവർണർ വരെയുള്ള സകല സാധനം. ആകെപ്പാടെ ജനങ്ങളോട് 5 വർഷത്തിലൊരിക്കൽ അക്കൗണ്ടബിലിറ്റി അല്പം ഉത്തരം പറയണം, ഞങ്ങൾ ചെയ്തതിനകത്ത് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് തോപ്പിക്കാനൊക്കെ ജനങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നത് ഈ ഇലക്ഷന് ഈ രാഷ്ട്രീയക്കാരെന്ന് നമ്മൾ മഹാമോശമായ രാഷ്ട്രീയക്കാരെന്ന് നമ്മൾ പറയുന്നവര് അവരെ മാത്രമാണ് നമുക്ക് തോപ്പിക്കാനോ അക്കൗണ്ടബിൾ ആക്കാനോ ഉത്തരവാദിത്തപ്പെടുത്താനോ കഴിയുന്നത്. മറ്റേ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാര് തൊട്ട് വില്ലേജ് ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ വരെ ഒരാൾക്കും ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അവര് പറയുന്നതിനെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് നോക്കേണ്ട കാര്യം പോലും ഉണ്ടായിട്ടേ. അപ്പൊ നമ്മൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ ജനകീയമായ ഒരു ഇന്ത്യ എന്ന് നമ്മൾ പറയുമ്പോൾ 1950 തൊട്ട് അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അനുഭവം ഇല്ല. കാര്യമുണ്ട്, അതിന് പറ്റുന്ന ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല. എന്നാൽ പഞ്ചായത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ച് ഏത് പഞ്ചായത്ത്? കാപ്പ് പഞ്ചായത്ത് പണ്ടേ ഉള്ളതാണ്. അത് ജാതി സമ്പ്രദായം നിലനിർത്താൻ വേണ്ടി അവര് നാട്ടിനകത്ത് ഏറ്റവും പ്രമുഖനായ ജാതിയുടെ തലപ്പത്തിരിക്കുന്നതിനായിരിക്കും അവിടുത്തെ മുഖ്യൻ. അയാള്
തട്ടായിട്ട് അവിടെ ചെയ്തിരുന്നത്. അതിനകത്തൊന്നും സ്ത്രീകളെ തന്നെ ശിക്ഷിക്കാൻ അവിടെ കൊണ്ടുവരുന്ന അല്ലാതെ ഒരു റെപ്രസെന്റേഷനും അടങ്ങില്ല. ഇങ്ങനെ ഇരുന്ന കാപ്പ് പഞ്ചായത്ത് എന്നുള്ള വാക്ക് നമുക്ക് സത്യത്തിൽ അപകടമാണ്. ഇന്ത്യക്കാരുടേതാക്കാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചായത്ത് എന്ന് വിളിച്ചത്. പക്ഷെ അത് നമുക്കൊരു ആപത്ത് തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ പഴയ കണ്ടന്റ് തന്നെയാണ് അതിനകത്ത് വീണ്ടും നിൽക്കുന്നതെന്ന് തോന്നുന്ന നിലവാരത്തിലാണ് സത്യത്തിൽ അത് വന്നത്. എന്നാലും ഈ വില്ലേജ് ഓഫീസ്, തഹസീൽദാരുടെ ഓഫീസ്, കളക്ടറേറ്റ് ഇതിന് പകരം എന്നുള്ള കൺസെപ്റ്റിലാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ കണ്ടെത്തിയത്. ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയ സാധനമാണ്. അത് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ വന്നിരിക്കുന്ന സ്ഥലവുമാണ്. വാർഡ് മെമ്പറെ തൊട്ട് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ അവിടെ ഒരു സെക്രട്ടറി ഉണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി. അത് ആ വില്ലേജ് ഓഫീസിലിരിക്കുന്ന ആളിനെ പോലെ തന്നെയാണ്. അവരാണ് ഈ മറ്റൊരു 5 കൊല്ലം കൂടുമ്പോൾ അവരെ നമുക്ക് മാറ്റാം. പക്ഷെ പഞ്ചായത്ത് സെക്രട്ടറി അവിടെ തന്നെ തുടരും. അതുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാത്തടത്ത് ഭരണം നടക്കുന്നതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ജനകീയമായ ഭരണത്തിന് പകരം നമ്മൾ മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥ ഭരണത്തിനെയാണ് നമ്മൾ ജനകീയ ഭരണം എന്ന് പറഞ്ഞ് ഈ 75 വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംവിധാനമല്ല. ഞാൻ ഈ ആളുകൾക്ക് മനസ്സിലാകാൻ ഇത് പറയുമ്പോൾ അപ്പൊ ഇതൊക്കെ വേണ്ടേ എന്നുള്ള നിലവാരത്തിൽ ആൾക്കാർ പറയും. അത് കാളവണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നത്. അത് രാജാവിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അറിയട്ടെ. ഈ കാളവണ്ടി നന്നാക്കി കാറാക്കാൻ കഴിയില്ല എന്ന് ഞാൻ വേറെ കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ അറിയേണ്ടതാണ്. ഈ സംവിധാനങ്ങളെ നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ഉദ്ദേശം തന്നെ ഭരണത്തിനാണ്, ജനങ്ങളെ ഭരിക്കാനുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന ആൾക്കാരും ഭരണക്കാരായി മാറുന്നത്. ഭരണത്തിലേറാനാണ് തെരഞ്ഞെടുക്കുന്നതെന്നാണ് നമ്മളും വിചാരിക്കുന്നത്. ജനകീയമായ ഒരു സംവിധാനത്തിനകത്ത് ഭരണമില്ല എന്നറിയണം. ഭരണമില്ല അറിയുമ്പോ പിന്നെന്താ ഉള്ളത്? അവിടെയാണ് സേവനം, സർവീസ് എന്നുള്ള വാക്കും ക്രമീകരണം, ഇതാണ് മനസ്സിലാക്കേണ്ടത്. അറേഞ്ച് ചെയ്യുന്ന, നമ്മൾ പിരിക്കുന്ന കാശ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്, അത് എങ്ങനെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് എങ്ങനെ പറ്റും എന്ന് ആലോചിക്കുന്ന സ്ഥലമാണ് നിയമസഭയും ലോക്സഭയും. സ്വത്ത് വേറെ എങ്ങൊന്നും വരുന്നില്ല. ഓരോ ആളും അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്നതിന്റെ ഒരു പങ്ക് ആകെ കൊടുക്കുന്നത്, പണ്ട് രാജാവ് കൊട്ടാരം ഉണ്ടാക്കാനും അതിന് സ്വർണം പൂശാനും സ്വർണ്ണ കസേരയിൽ ഇരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നതിന് പകരം അയാളെ കരുണ കൊണ്ട് അവിടെ ഇവിടെ തണൽ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു, ചുമട് താങ്ങി വെച്ചു എന്ന്, കുളം കുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വലിയ ജനകീയനാണ് എന്നുള്ള നിലവാരത്തിലൊക്കെ രാജാക്കന്മാരെ പറ്റി പറയും. അതൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഈ പിരിക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് ജീവിത നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, ആശുപത്രി ചികിത്സാ സൗകര്യങ്ങൾ, റോഡ്, പാലങ്ങള്, ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ കൊണ്ടുണ്ടാകേണ്ട ആവശ്യങ്ങൾ, അതുകൊണ്ട് അത് ചെയ്യണ്ടേ. ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യാനാണ് നമ്മൾ ഈ നിയമസഭയും ലോക്സഭയും ഉണ്ടാക്കുന്നത്.